ഭക്തനായ പണ്ഡിത വരേണ്യനായ വില്യമംഗലം സ്വാമിയാരാണ്. ഭഗവാനെ നേരി കണ്ടിട്ടുള്ള ആളാണ്. എന്നാൽ മറ്റുള്ളവരെയും കണ്ടോട്ടെ എന്ന് എഴുതിയതാണ്. എല്ലാ സ്പർശനവും ഭഗവത് നാരായണ സ്പർശനമായി കാണണം. ഇത് ആത്മാർത്ഥമായിട്ട് എഴുതുന്നതാണോ എന്നറിയാൻ വേണ്ടി ആ ഉണ്ണിക്കണ്ണനെ അയച്ചെന്നൊന്ന് പുറത്ത് തട്ടി. പേന വലിച്ച് ദൂരെ കളഞ്ഞ് ആ തട്ടിയാളിനെ നോക്കേണ്ട ആള് പുറം കൈ കൊണ്ട് തട്ടി മുന്നിൽ വന്നു. ഇനി എന്നെ കാണണമെങ്കിൽ ഉടനെയൊന്നും പറ്റില്ല. ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങ് അനന്തൻ കാട്ടിൽ കാണാം. നിങ്ങൾ എഴുതിയത് വെറുതെ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഉണ്ണിക്കണ്ണൻ പറഞ്ഞു. വില്യമംഗലം അന്നു മുതൽ അലഞ്ഞു നടന്നു കണ്ണനെ തേടി. അമ്പലപ്പുഴ നോക്കി കണ്ടു, ഓടിക്കളഞ്ഞു. വിളമ്പുന്നു നാടകശാലയിൽ ഭക്ഷണം. കണ്ണാന്ന മണിക്കണ്ണൻ്റെ അവിടെ നിന്ന് വിളിച്ചു. പിടി കൊടുക്കാതിരിക്കാൻ ഞാൻ വന്ന് അടുത്തുനിന്ന് തോളത്ത് തട്ടിയപ്പം പുറം കൈ കൊണ്ട് തട്ടിയവൻ എന്നെ കാണണ്ട. വിളമ്പിയത് ഭഗവാനായിരുന്നല്ലോ എന്നറിഞ്ഞ ആളുകൾ ഊണ് വിട്ടേച്ച് പിന്നാലെ ഓടി. ഇന്നുകൊണ്ട് നാടകശാല ഓട്ടം. 48 കറിയാണ്, തിരുമേനി കറിയാണ്. പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി പുതുമനെ അദ്ദേഹം വന്ന് അവിടെ നിന്ന് വായിക്കാൻ വിടണം തിരുമേനി എന്ന് പറഞ്ഞ് ഞാൻ വായിക്കാൻ പോയപ്പോൾ എന്നോട് പുതുമനസ്ഥിരം തിരുമേനി തൃപ്പാദങ്ങൾ പറഞ്ഞത് കേട്ടാൽ നമ്മൾ അമ്പലപ്പുഴ റോഡിൽ ഹൈവേ കൂടെ പോകുമ്പോൾ അവിടെ വന്ന് വീണ് നമസ്കരിച്ചിട്ട് ഭക്തിയുള്ളവൻ പോകും. അല്ലാത്തവൻ ഇതൊന്നും വേണ്ടല്ലോ. ഭക്തി എങ്ങനെ വിലക്ക് കിട്ടുന്നതല്ലല്ലോ. സൂപ്പർ മാർക്കറ്റിൽ പോയി കോടീശ്വരൻ്റെ കൊച്ചുമക്കളെ വിട്ട് 10 കിലോ ഭക്തി വാങ്ങിക്കാൻ ചെന്നാൽ സൂപ്പർ മാർക്കറ്റുകാരൻ വിചാരിക്കും ഏതാണ്ട് വട്ടനാണെന്ന് ചോദിക്കുന്നത്. ഭ്രാന്തനെന്ന് തോന്നുന്നു. പിടി കൊടുത്തില്ല. തിരുവല്ല വല്ലഭക്ഷേത്രത്തിൽ വന്നപ്പം ഒറ്റയ്ക്കിരുന്ന് കഥകളി കാണുന്നു. വില്യമംഗലം കാണുകയാണ്. അവിടുന്ന് ഓടി. പിന്നെ അനന്തൻ കാട്ടിൽ ദർശനം കൊടുത്തു. ആ വില്യമംഗലത്തിനെയും കുറൂരമ്മയെയും പൂന്താനത്തിനെയും ഭ്രമിപ്പിച്ച നാരായണന്റെ ചരിതമാണ് 7 ദിവസം. ഇന്നലത്തെ മഴ എന്ത് ചെയ്യുന്നു? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ മഴ ഇന്ന് പെയ്യില്ല, മിനിഞ്ഞാന്ന് പെയ്തില്ലല്ലോ. എടാ, ഇതൊക്കെ ഭക്തിയുള്ളവൻ അവൻ്റെ മനസ്സിലെ ചെടി മരമാക്കാൻ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമാണെന്ന് പറഞ്ഞ ആളാണ് 90 വയസ്സിനുള്ളിൽ 2500 സപ്താഹയജ്ഞങ്ങൾ ചെയ്ത മഹാഗുരു. അഞ്ഞാം തിരുമേനി നമസ്കരിച്ചു ഗുരുവായൂരപ്പനെ കണ്ടോണ്ട് വായിക്കുന്നത് കണ്ട്. എന്നെ തൊഴണ്ട, അവിടെ തൊഴുതാൽ മതി എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തിരുവേണിയെ വിഷമിപ്പിക്കുന്നില്ല. അദ്ദേഹം 150 പരിപാടിയുള്ള ആളാണ്. അങ്ങയുടെ സാന്നിധ്യം നാരായണ സ്പർശമായി, നാരായണ സാന്നിധ്യമായി തന്നെ കണ്ടുകൊണ്ട് ചെങ്കിളിൽ രാജൻ പറഞ്ഞതുപോലെ അനേകം മഹാക്ഷേത്രങ്ങളിലിരുന്ന് ആ ദേവനെയും ദേവിയെയും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കാനും, ഞങ്ങൾക്ക് വേണ്ടി രാവിലെ ഉണർത്താനും, ഞങ്ങൾക്ക് വേണ്ടി ഉറക്കാനും, ഞങ്ങൾ